നമസ്കാരം. കഴിഞ്ഞ ദിവസം KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് പി ദിവ്യക്കെതിരെ ചില ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി. അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെയും ബിനാമിയുടെ ഒക്കെ പേരിൽ ഒരുപാട് ഭൂമി മേടിച്ചു കൂട്ടി എന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് വാർത്താ സമ്മേളനമൊക്കെ നടത്തി ഈ കുട്ടി നേതാവ് നിരത്തിയ ആരോപണം. ഇപ്പോഴാ മുഹമ്മദ് ഷമ്മാസിനെതിരെ പി ദിവ്യ രംഗത്ത് വന്നിരിക്കുകയാണ്. നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കും കുടുംബത്തിനുമെതിരെ ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയതെന്നാണ് പി ദിവ്യ ചോദിക്കുന്നത്. പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. ദിവ്യ ചോദിക്കുന്നത് എങ്ങനെയാണ്: KSU നേതാവ് മുഹമ്മദ് ഷമ്മാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് തുടക്കം തന്നെ ദിവ്യ പറഞ്ഞു വെക്കുകയാണ്. കഴിഞ്ഞ 3 മാസമായി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ എനിക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളിൽ ഒന്ന് പാലക്കയം തട്ടിൽ 14 ഏക്കർ ഭൂമിയും റിസോർട്ടും സ്വന്തമായുണ്ട് എന്നൊക്കെയായിരുന്നു. ഇന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് നടത്തിയ പത്രസമ്മേളനത്തിൽ ബിനാമി കമ്പനിയുമായി ചേർന്ന് 4 ഏക്കർ ഭൂമി വാങ്ങിയെന്ന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ്. എന്റെ ഭർത്താവ് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന് ഷമ്മാസ് തെളിയിക്കണം, ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. പഴയ ആരോപണം പുതിയ കുപ്പിയിലാക്കി വന്ന് പത്രസമ്മേളനം നടത്തിയ KSU ജില്ലാ നേതാവിനോട് മറ്റൊരു കാര്യം കൂടി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞ പാലക്കയം തട്ടിലെ 14 ഏക്കർ ഭൂമിയും റിസോർട്ടും ഭർത്താവിന്റെ പേരിലെ ബിനാമി പെട്രോൾ പമ്പും ഒന്ന് തെളിയിച്ചു തന്നിട്ട് വേണം പുതിയ ആരോപണം. എന്റെ കുടുംബത്തിന്റെ പേരിൽ നടത്തുന്ന വ്യാജ പ്രചാരണത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. മുഹമ്മദ് ഷമ്മാസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് പി ദിവ്യ പറഞ്ഞിട്ടുള്ളത്. വലിയൊരു പിന്തുണ തന്നെയാണ് പി ദിവ്യക്ക് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്തരത്തിലുള്ള ഒരു സൈബർ വേട്ടയും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇറക്കിയുമാണ് പി ദിവ്യ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇല്ലാതാക്കാൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരിയെ ഇല്ലാതാക്കാൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ ശ്രമം നടത്തുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് പി ദിവ്യയാണ് എന്ന ചാപ്പ് കുത്തിയത് ആരാണ്? ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവുമാണ്. നവീൻ ബാബു പോലും പറഞ്ഞിട്ടില്ല താൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം പി ദിവ്യയാണെന്ന്. അങ്ങനെ ഒരു ആത്മഹത്യാ കുറിപ്പ് നമ്മൾ ആരെങ്കിലും കണ്ടോ? നമ്മളൊരു ആത്മഹത്യാ കുറിപ്പ് കണ്ടോ? അത് എവിടെയാണ്? വയനാടാണ്. വയനാട് DCC ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചു കേട്ടോ. ആത്മഹത്യാ കുറിപ്പിൽ മരണകാരണം എന്താണെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ബാങ്ക് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേതാക്കൾ വഞ്ചിച്ചു. ആരൊക്കെയാണ്? IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ അപ്പച്ചൻ, ഇവരൊക്കെയാണ് തന്റെ മരണത്തിന് കാരണമായി മാറിയത്. മാത്രവുമല്ല, മരിക്കുന്നതിന് മുമ്പ് താൻ മരണത്തിലേക്ക് പോകാതിരിക്കാൻ, ജീവിക്കാനുള്ള കൊതി കൊണ്ട് പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ KPCC പ്രസിഡന്റും ഒക്കെ കത്തയച്ച കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു സംഭവമൊന്നും നമ്മൾ ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ടേയില്ല. പക്ഷേ വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ, വലിയ രീതിയിലുള്ള ഈ നമ്മുടെ പി ദിവ്യയെ ഒരു കൊലപാതകയായി ചിത്രീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ അടക്കം പല രീതിയിലുള്ള ചില നീക്കങ്ങൾ, ചില വാർത്തകൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് പാർട്ടി സ്വീകരിച്ച നിലപാട്? പാർട്ടി പി ദിവ്യയെ, അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. വളരെ മാന്യമായ ഒരു നടപടിയാണ് പ്രാഥമികമായി പാർട്ടി സ്വീകരിച്ചത്. ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ആ ആരോപണങ്ങളിൽ ഈ പറയുന്നത് പോലെ കഴമ്പുണ്ടോ ഇല്ലയോ എന്നതല്ല ആദ്യം പരിശോധിച്ചത്. ആ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആ പ്രശ്നങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുവരെ ഈ പറയുന്ന ദിവ്യയെ മാറ്റി നിർത്തുന്നു. എന്നാൽ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് കാണുന്നത്? IC ബാലകൃഷ്ണനോട് രാജിവെക്കാൻ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പച്ചനോട് രാജിവെക്കാൻ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അവരോട് രാജിവെക്കണമെന്ന് മാധ്യമങ്ങൾ പോലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു രീതിയിലുള്ള വാർത്തയുമില്ല. പി ദിവ്യ ആകണം പ്രതി എന്ന് അങ്ങ് ഉറപ്പിച്ചുകൊണ്ട് നവീൻ ബാബുവിന്റെ കേസിൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതിപക്ഷവും BJPയും ഒക്കെ കാണിച്ച ശുഷ്കാന്തി എന്തുകൊണ്ട് ഈ പറയുന്ന വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അന്നു മുതൽ പറയുന്ന ഒരു കാര്യമാണ്. പെട്രോൾ പമ്പ്, ആ പമ്പ് ഭർത്താവിന്റെ പേരിലാണ്, ബിനാമിയുടെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞാണ് പല കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെ ദിവ്യയെ കടന്നാക്രമിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ആരോപണങ്ങൾ അങ്ങ് എടുത്തിട്ടത്. എന്നിട്ട് തെളിഞ്ഞോ? ആ പെട്രോൾ പമ്പ് ഈ പി ദിവ്യയുടെ ഭർത്താവിന്റെ പേരിലാണ്, അല്ലെങ്കിൽ പി ദിവ്യയുടെ പേരിലാണ്, അല്ലെങ്കിൽ ബെനാമിയുടെ പേരിലാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നില്ലല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒരു സംസാരവും നടക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? അതായത് പി ദിവ്യ എന്ന് പറഞ്ഞ കരുത്തുറ്റ രാഷ്ട്രീയ നേതാവിനെ, കമ്മ്യൂണിസ്റ്റുകാരിയെ, ആ വനിതാ ഇടതുപക്ഷ നേതാവിനെ തകർക്കുക എന്നതായിരുന്നു മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ലക്ഷ്യം. അതവർ അതിഗംഭീരമായി ഭംഗിയായി നിറവേറ്റി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിനവർക്കൊരു കാരണം കിട്ടി. ആ കാരണത്തെ അവർ പൊലിപ്പിച്ചു കാട്ടി.
ചില വ്യാജ പ്രചരണങ്ങൾ ഇറക്കി തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം PP ദിവ്യയെ ഒരു കൊലപാതകയായി ചിത്രീകരിച്ചു. അവരുടെ ഇമേജ് ഇല്ലാതാക്കാൻ വേണ്ടി അവർ നടത്തിയ ശ്രമം ഒരു പരിധി വരെയൊക്കെ വിജയിച്ചു എന്ന് പറഞ്ഞാലും പിന്നീട് ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കേട്ടോ. എന്തുകൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് PP ദിവ്യക്കെതിരെ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വരുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന തെളിവുകൾ എടുത്തു കാണിക്കുന്നില്ല എന്ന് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പതിയെ മാധ്യമങ്ങളും പ്രതിപക്ഷവും PP ദിവ്യക്കെതിരെ ഉയർത്തിയിരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ PP ദിവ്യയെ വേട്ടയാടിക്കൊണ്ടിരുന്ന ആ ഒരു വേട്ടയാടൽ പതിയെ ഒന്ന് നിർത്തി. ഇപ്പൊ PP ദിവ്യയൊക്കെ നിയമ നടപടിക്ക് ഇറങ്ങിയപ്പോ പലരും വലിഞ്ഞു നിൽക്കുകയാണ്. സൈബർ ഇടങ്ങളിൽ എത്ര വൃത്തികെട്ട രീതിയിലുള്ള പല കമന്റുകൾ ഇട്ടുകൊണ്ടാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ആ PP ദിവ്യയെ വേട്ടയാടുന്നത്. PP ദിവ്യ കഴിഞ്ഞ ദിവസം, അതായത് 2-3 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് തനിക്കെതിരെയും തന്റെ കുടുംബത്തിനെതിരെയും ഒക്കെ തന്റെ മക്കൾക്കെതിരെയും ഒക്കെ അശ്ലീല കമന്റ് ഇടുന്ന, തന്നെ സൈബർ ബുള്ളിങ് നടത്തുന്ന ആളുകൾക്കെതിരെയൊക്കെ എന്തായാലും നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ കമന്റ് ഇട്ട ഒരു വ്യക്തിയുടെ അതായത് വീട്ടും പേരും അയാളുടെ വീട്ടിലേക്കുള്ള വഴിയും അയാളുടെ ഫോൺ നമ്പറും അടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് PP ദിവ്യ തിരിച്ചടിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ ഇത്തരം ഞരമ്പന്മാരെ ഇത്തരത്തിൽ സൈബർ ബുള്ളിങ് നടത്തി വലിയ തോതിൽ തന്നെ ഒരു വലിയ ക്രിമികീടമായി മാറുന്ന ആളുകളെ ഈ രീതിയിൽ തന്നെ വേണം ചെറുക്കാൻ. അപ്പൊ അറിയാമോ, നമ്മുടെ കായംകുളം MLA U പ്രതിഭയും ഇതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഈ ഇത്തരത്തിൽ സൈബർ ബുള്ളിങ് നടത്തുന്ന ഊത്തന്മാരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുന്നതിന് വേണ്ടി. നല്ലൊരു കാര്യം തന്നെയാണത്. സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ വസ്തുത എന്താണെന്ന് അറിയണ്ട, എന്താണ് അതിൽ സംഭവിച്ചതെന്ന് അറിയണ്ട. പക്ഷേ ആരോപണം ഉയർന്നത് ഇടതുപക്ഷത്തിനെതിരെയാണോ, എന്നാൽ അവർ പ്രതികളാണ് എന്ന ചാപ്പുകുത്തുകയാണ് മാധ്യമങ്ങൾ. എന്തിന്റെ പേരിലാണ്? വരാൻ പോകുന്ന 2026 നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും അധികാര കസേരയിൽ എത്തിപ്പെടണം. ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണെന്ന് കാണുമ്പോൾ ഇടതുപക്ഷക്കാരൊക്കെ പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എന്നാൽ തങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ മറച്ചു വെക്കാനും ഇവർ മടിക്കുന്നില്ല കേട്ടോ. അതിന് മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ PP ദിവ്യ ഇത്തരത്തിൽ ഒരു നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നപ്പോൾ ഒരു ഷമാസിനെയും കാണുന്നില്ല, ഒരു അൽഫാമിനെയും കാണുന്നില്ല, ഒരാളെയും കാണുന്നില്ല. എല്ലാം പോയി, എല്ലാം കൂട്ടിക്കേറി. ആരൊക്കെ കൊടുത്തുവിടുന്ന കുറെ പേപ്പറുകൾ പൊക്കി കാണിച്ചുകൊണ്ട്, ആരൊക്കെ എഴുതി കൊടുത്തുവിടുന്ന ചില കാര്യങ്ങൾ വായിച്ചുകൊണ്ട് ഈ കുട്ടി നേതാക്കൾ എന്താണ് കാണിച്ചു കൂട്ടുന്നത്? കേരള രാഷ്ട്രീയത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ പുലമ്പുന്നു, എന്തൊക്കെയോ ഛർദ്ദിക്കുന്നു. അതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. എന്റെ കുട്ടികൾ എന്നാണല്ലോ ഇത്തരക്കാരെയൊക്കെ പറ്റി ഈ പറയുന്ന നമ്മുടെ KPCC പ്രസിഡന്റ് K സുധാകരൻ വിളിക്കുന്നത്. എന്തായാലും PP ദിവ്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ്. നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മുഹമ്മദ് ഷമാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട തെളിവ് പുറത്തു വിടാൻ കഴിഞ്ഞില്ലെങ്കിൽ പെട്ടുമോനെ എന്ന് പറയാതെ വയ്യ. ആരെങ്കിലും ഒക്കെ തന്നുവിടുന്ന ഇമാതിരി ഗീർവാണം എടുത്തൊക്കെ വലിയ രീതിയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അടിക്കുമ്പോൾ ഓർക്കണം, ഇത്തരം കാര്യങ്ങളുടെ പുറകെ വരാൻ ചില ആളുകൾ, നട്ടലുള്ള ആളുകളുണ്ടെന്ന്. അങ്ങനെ എല്ലാവരുടെയും കയറി അങ്ങ് മേയാമെന്ന് വിചാരിക്കരുത്. അത്തരത്തിലുള്ള വിചാരമുള്ള ആളുകളുടെയൊക്കെ വിചാരം ഇത്തരത്തിലുള്ള PP ദിവ്യ മാറ്റിത്തരും. എന്തായാലും ഒരു കട്ട സപ്പോർട്ട് തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും PP ദിവ്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. PP ദിവ്യയെ തകർക്കുക എന്നതായിരുന്നു പലരുടെയും ലക്ഷ്യം. ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ഈ നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് PP ദിവ്യയെ കൊലപാതകിയുടെ ചാപ്പ് കുത്തിയതെന്നൊക്കെ എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. അവരെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പിന്നെയും ഒക്കെ വലിയ രീതിയിലുള്ള വലിയ തോതിലുള്ള പല രീതിയിലുള്ള ആക്രമണങ്ങൾ തുടർന്നപ്പോഴേ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.